ഗവൺമെൻറ് തമിഴ് VNHSS ചാല സ്കൂളിലെ HM ആണ്. ഞാനിവിടെ വന്നിട്ട് 5 വർഷമായി. ഈ സ്കൂളിലെ 90% കുട്ടികളും തമിഴ്നാട്ടിൽ നിന്നും അവരുടെ പാരൻസിന് പല ജോലി നോക്കി ഇവിടെ വന്നിട്ട് അങ്ങനെ പഠിക്കാൻ വരുന്ന കുട്ടികളാണ്. ഇവർ സാധാരണഗതിയിൽ സ്കൂളിൽ അഡ്മിഷൻ മെയ് ജൂൺ മാസങ്ങളിലാണ് കൂടുതലും. ഇവിടെ ത്രൂ ഔട്ട് ഈ ഫെബ്രുവരി വരെ അഡ്മിഷൻ ഉണ്ടാകും. എന്ന് വെച്ചാൽ അവരുടെ പാരൻസ് ജോലിക്കായിട്ട് ഇങ്ങോട്ട് മാറി വരുമ്പോഴത്തേക്ക് കുട്ടികളും അവരോടൊപ്പം വന്ന് ഇവിടെ താമസിച്ച് പഠിക്കാനുള്ള സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ കുട്ടികൾക്ക് ആദ്യം വരുമ്പോഴത്തേക്ക് അഡ്മിഷൻ വരുമ്പോഴത്തേക്കൊക്കെ മുഖത്തൊക്കെ ഓരോ വിഷമം കാണാം. എന്താ വെച്ചാൽ അവർ അവിടെ തമിഴ്നാട്ടിൽ നിന്നും ഇവിടെ വന്ന് പഠിക്കുമ്പോഴത്തേക്ക് ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ എങ്ങനെയാണ്, ഇവിടുത്തെ കുട്ടികൾ എങ്ങനെയാണ് എന്നുള്ള ഒരു മനസ്സിൽ ഒരു വിഷമമുണ്ട്. എന്നാൽ അവർ വന്ന് ജോയിൻ ചെയ്ത് ഒരു 2 ദിവസം ആകുമ്പോഴത്തേക്ക് തന്നെ നല്ല പ്രസരിപ്പോടുകൂടി നല്ല ഉന്മേഷത്തോടു കൂടി സ്കൂളിൽ വരികയും ഇവരോടൊപ്പം തന്നെ പഠിക്കുകയും ചെയ്യുന്നുണ്ട്. ടീച്ചേഴ്സും കൂടുതൽ ടീച്ചേഴ്സും തമിഴ്നാട്ടിലുള്ളവർ തന്നെയാണ്. അതായത് തെൻകാശി, ഇവിടെ മാർത്താണ്ഡം ആ ഭാഗങ്ങളിൽ നിന്നുള്ള ടീച്ചേഴ്സാണ് ഇവിടെ തമിഴ് മീഡിയത്തിലെ കുട്ടികൾക്ക് പഠിപ്പിക്കുന്നത്. என் பேர் ரஞ்சித்து. என் ஊர் மார்த்தாண்டம். நான் இங்கே வந்தது 8ஆம் கிளாஸில் வந்து இப்போ 9ஆம் கிளாஸ் படிக்கிறேன். இந்த ஸ்கூல் இங்கே இருக்குதுன்னு தெரியாது. இங்கே இந்த ஸ்கூல் அட்மிஷன் கிடச்சது இருக்குதுனால இருக்குது. இப்போ தமிழ்நாட்டில் படிக்கிற போல் இருக்குது. എൻ്റെ പേര് മഹേശ്വരി. ഞാൻ ഇവിടെ 9ആം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞാൻ ഇപ്പോൾ ഒരു ഇടയ്ക്കാണ് ഇവിടെ വന്ന് ചേർന്നത്. അപ്പേനും അവിടെ ജോലി ഇവിടെ ട്രാൻസ്ഫർ ആയതുകൊണ്ടാണ് ഇവിടെ വന്നത് ഞാൻ. അപ്പം ഞാൻ ഇവിടെ വന്നപ്പം ഞാൻ ആലോചിച്ചത് എന്നാൽ ഇവിടെ മലയാളത്തിലാണ് പഠിക്കാൻ പറ്റും. ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എനിക്ക് ഇവിടെ വന്നപ്പം ഈ തമിഴ് സ്കൂളുണ്ട് അങ്ങനത്തെ ഒരിത് അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ച് ഇവിടെ വന്നാൽ അവിടെയുള്ള സിലബസ് വേറെ, ഇവിടെ ഉള്ള സിലബസ് വേറെ, അങ്ങനെയാണ് ഒരു ചിന്ത വന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെ പഠിക്കാൻ പറ്റുമെന്ന് വിചാരിച്ച് തന്നെ ഒരു ഇതിൽ തന്നെ വന്നു ഞാൻ ഇവിടെ. പക്ഷേ വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം ഇവിടെയുള്ള ടീച്ചിങ് ടീച്ചേഴ്സ് പറഞ്ഞു തരുന്നതെല്ലാം കുറച്ച് ഇപ്പം എനിക്ക് നന്നായിട്ട് മനസ്സിലാകാൻ തുടങ്ങി. പിന്നെ ടീച്ചേഴ്സിൻ്റെ കെയറിങ് ഇവിടെ എല്ലാ സ്കൂളിലെ കാട്ടി ഇവിടെ കുറച്ച് ഇപ്പം മലയാള സ്കൂളെല്ലാം നിറയെ സ്റ്റുഡൻസ് ഉള്ളതുകൊണ്ട് അവിടെ, പക്ഷേ ഇവിടെ കുറച്ച് സ്റ്റുഡൻസ് ആയതുകൊണ്ട് നല്ല എല്ലാ സ്റ്റുഡൻസിൻ്റെ പുറത്ത് ഫോക്കസ് ആയിട്ടുണ്ട്. കുട്ടികൾക്കും അവിടെ തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് പഠിക്കുമ്പോഴത്തേക്ക് ആ ഒരു വിഷമം തോന്നുന്നില്ല. കാരണം അവരുടെ സ്വന്തം സ്ഥലത്ത് പഠിക്കുകയാണ് എന്നുള്ള ഒരു തോന്നലാണ് അവർക്കുണ്ടാകുന്നത്. കാരണം ഇവിടുത്തെ മറ്റ് സ്കൂളാകുമ്പോൾ മലയാളം മീഡിയം, ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളാണ്. അവിടുത്തെ കുട്ടികൾ ഇവരവിടെ കൊണ്ടായിരുന്ന രീതിയിലല്ല ആ കുട്ടികൾ ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ചില കുട്ടികൾ തമിഴ് മീഡിയമുള്ള മറ്റ് ഇവിടെ ജനറൽ സ്കൂളുകളുണ്ട്, മലയാളം മീഡിയം സ്കൂളുകളുണ്ട്. അവിടെ പോയിട്ട് അവർക്ക് ആ കുട്ടികളെ അടുത്ത് ബിഹേവ് ചെയ്യാൻ അവർക്കൊരു വിമ്മിഷ്ടം ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ജോയിൻ ചെയ്ത് തിരികെ ഇവിടെ വന്ന് തമിഴ് മീഡിയം സ്കൂളിൽ വന്ന് ജോയിൻ ചെയ്യുന്ന കുട്ടികളുണ്ട്. എന്ന് വെച്ചാൽ ഇവിടെ ആകുമ്പോഴത്തെ അവർക്ക് അങ്ങനെ ഒരു വേറെ സംസ്ഥാനമാണ്, വേറെ ആൾക്കാരാണ് എന്നുള്ളൊരു ഫീലിംഗ് ഒന്നും തോന്നുന്നില്ല. അവരുടെ സ്വന്തം നാട്ടിൽ പഠിക്കുന്നത് പോലെ തന്നെയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. എൻ്റെ പേര് അർച്ചനയാണ്. 9ആം ക്ലാസ്സിൽ പഠിക്കണം. ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ വരുമ്പോൾ എനിക്ക് അത്രയ്ക്ക് ഇതില്ല. ഇവിടെ ടീച്ചറൊക്കെ റൂഡാണ് അങ്ങനെയൊക്കെ വിചാരിച്ചത്. പിന്നെ ഇവിടെ വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അങ്ങനെ മനസ്സിലായില്ല. ടീച്ചറൊക്കെ കൊള്ളാം, സ്റ്റുഡൻസ് എടുത്ത് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ ഉണ്ട് ടീച്ചറൊക്കെ. അപ്പോൾ അവിടെയൊക്കെ ഈ ചാൻസ് കിട്ടിയില്ല. കലോത്സവം പരിപാടി ആ ചാൻസ് കിട്ടിയില്ല. ഇവിടെയൊക്കെ എല്ലാ ചാൻസും കിട്ടി. അപ്പോൾ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു സ്കൂളൊക്കെ. എൻ്റെ പേര് ഫാത്തിമ. ഞാൻ PD ടീച്ചറായിട്ട് ഈ സ്കൂളിൽ പണി ചെയ്യാൻ തുടങ്ങിയിട്ട് 18 വർഷമായി. ഞാൻ 5ആം ക്ലാസ് മുതൽ 10ആം ക്ലാസ് വരെ ഈ സ്കൂളിലാണ് പഠിച്ചത്. എൻ്റെ അച്ഛനും ഇവിടെ ടീച്ചറായിരുന്നു, വലിയച്ഛൻ ഇവിടെ ടീച്ചറായിരുന്നു, അനിയത്തി ബ്രദർ എല്ലാം ഇവിടെയാണ് പഠിച്ചത്.
അച്ഛൻ്റെ ജോലിക്ക് വേണ്ടിയാണ് തമിഴ്നാട്ടിലിരുന്ന് നാഗർകോവിലിരുന്ന് ഇങ്ങോട്ട് വന്നത്. ഞങ്ങൾ പിന്നെ ഇവിടെ ഇപ്പോൾ സെറ്റായി. പിന്നെ തമിഴ് ഇവിടെ പഠിച്ചാൽ നല്ല ചാൻസ് ഉണ്ട്. ഈ മലയാളം കുട്ടികളെയും കാട്ടി ഞങ്ങൾക്ക് തമിഴ് പഠിച്ചതുകൊണ്ടാണ് ജോലി കിട്ടിയതെന്ന് തന്നെ ഉറപ്പിക്കുന്നു. പിള്ളേർക്ക് ഇവിടെ വന്ന പിള്ളേർക്ക് നല്ല ഒരു സാഹചര്യമാണ്. തമിഴ് പഠിച്ച് നല്ല ജോലിയിൽ ഇവിടെ ഡിഗ്രി ആയാലും ഇപ്പോൾ PhD പോസ്റ്റ് ഡിഗ്രി എല്ലാം പഠിക്കാനുള്ള ചാൻസ് ഉണ്ട്. അവർക്ക് നല്ല നല്ല ഇതിൽ ജോലി കിട്ടാനുള്ള ചാൻസ് തമിഴ്നാട്ടിനെ കാട്ടി ഇവിടെയാണ് തമിഴ് പിള്ളേർക്ക് നല്ല ചാൻസ് എന്നാണ് തോന്നുന്നത്. തമിഴ്നാട്ടിൽ കുട്ടികൾക്ക് പഠിക്കാൻ ഭയങ്കര സ്ട്രിക്റ്റും ഭയങ്കര കുറച്ച് പാടെന്നൊക്കെയാണ് പറയണത്. ഇവിടെ വരുന്ന പിള്ളേർ നമ്മൾ പഠിപ്പിക്കുമ്പോൾ അവർക്ക് പിള്ളേരോട് ഞങ്ങൾ ഫ്രീ ആയിട്ട് ഇടപെടുന്നതുകൊണ്ട് അവർക്ക് ഇവിടെ പഠിക്കാൻ നല്ല താല്പര്യത്തോടെയാണ് അവിടെ പഠിക്കുന്നത്. എൻ്റെ പേര് വിവേകാനന്ദൻ. ഞാൻ 21 വർഷത്തോളം മലയാളം മീഡിയം സ്കൂളുകളിൽ പഠിപ്പിച്ചതിന് ശേഷം ഏകദേശം 3 വർഷത്തോളമായി തമിഴ് മീഡിയം സ്കൂളിൽ വന്നിട്ട് ഇവിടെ കുട്ടികൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ തമിഴ്നാട്ടിൽ ഹിന്ദി പഠനം ഇല്ല. കേരളത്തിൽ 5ാം ക്ലാസ് മുതൽ ഹിന്ദി പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ 9ലും 10ലും ഒക്കെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന കുട്ടികൾ ചേരുന്നുണ്ട്. അവർക്ക് ഹിന്ദി പഠിക്കാനുള്ള ബുദ്ധിമുട്ടാണ്. മലയാളികളുടെ അത്ര എളുപ്പത്തിൽ അവർക്ക് ഹിന്ദി പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഒന്നാമത് മലയാളത്തിലുള്ള ഹിന്ദിയിലുള്ള അക്ഷരങ്ങൾ ഏകദേശം ഒരുപോലെയാണ്, എണ്ണം ഏകദേശം ഒരുപോലെയാണ്. പക്ഷേ തമിഴ് വരുമ്പോൾ അക്ഷരങ്ങളുടെ എണ്ണം കുറവാണ്. അതുകൊണ്ട് അവർക്ക് പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ നമ്മുടെ കുട്ടികൾ വളരെ ഉത്സാഹത്തോടു കൂടി വൈകിട്ടുള്ള ക്ലാസ്സുകളിലും രാവിലെ നേരത്തെ വന്നൊക്കെ അവർ നന്നായിട്ട് പഠിച്ച് എടുക്കുന്നുണ്ട്. പക്ഷേ ഇത് കുറച്ചുകൂടെ അവർ തമിഴ്നാട്ടിൽ ഹിന്ദി പഠിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ ജോലി സാധ്യത കിട്ടും. കേരളത്തിലെ എല്ലാ കുട്ടികളും ഹിന്ദി പഠിക്കുന്നതുകൊണ്ട് അവർക്ക് ഉത്തരേന്ത്യയിൽ പോയി ഹിന്ദി സംസാരിക്കാനും അതുപോലെ ഹിന്ദി മേഖലയിൽ കിട്ടുന്ന ജോലികളിലൊക്കെ അവർക്ക് ശോഭിക്കാൻ പറ്റും. തമിഴ്നാട്ടിലെ കുട്ടികളെ കൂടെ ഹിന്ദി പഠിപ്പിച്ചാൽ അത് അവർക്കൊരു നല്ല കാര്യമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടുത്തെ കുട്ടികളെല്ലാം വളരെ പാവപ്പെട്ട ചുറ്റുപാടുകളിൽ നിന്ന് ആണ് പഠിക്കുന്നതെങ്കിൽ അവർക്ക് പഠിക്കാൻ വളരെ താല്പര്യമുള്ളവരാണ്. നല്ല ഉത്സാഹത്തോടു കൂടി അവർ പഠിക്കുന്നു. ഇപ്പം മലയാളത്തിലാണെങ്കിൽ കാഖ ഗാഖ ഉണ്ട്, 4 അക്ഷരമുണ്ട് കാ തന്നെ. തമിഴിലാകുമ്പോൾ ഒന്നേ ഉള്ളൂ. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. അതുകൊണ്ട് ഉച്ചാരണത്തിലാണെങ്കിലും എഴുതാനാണെങ്കിലും ഒക്കെ അവർക്ക് പ്രയാസമുണ്ട്. മലയാളത്തിനൊരു സംസ്കൃതത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് ഏകദേശം സംസ്കൃത വാക്കുകൾ തന്നെയാണ് മലയാളത്തിൽ കൂടുതൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഹിന്ദിയിൽ അത് തന്നെ ആയതുകൊണ്ട് അവർക്ക് പഠിച്ചെടുക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ് മലയാളികൾക്ക്. അപ്പോൾ കുട്ടികൾ നല്ല വേറെ വലിയ പ്രശ്നക്കാരൊന്നുമല്ല. കുട്ടികൾ വേറെ ബഹളം അങ്ങനെ കേസുകൾ അങ്ങനെ ഒന്നും പെടുന്നില്ല. മറ്റ് സ്കൂളുകളെ അപേക്ഷിച്ച് ഇവിടെ പഠിക്കുന്ന കുട്ടികളിൽ നിന്നും നല്ല അച്ചടക്കമുള്ള കുട്ടികളാണ്. ടീച്ചേഴ്സിനോടും നല്ല രീതിയിൽ പെരുമാറുന്നുണ്ട്. ടീച്ചേഴ്സും കുട്ടികളോട് ആ രീതിയിൽ തന്നെ നല്ല അഫക്ഷനായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട് കുട്ടികൾ. എന്തെങ്കിലും പഠിക്കാനും എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ അവർക്ക് ടീച്ചറെ ഫോൺ വിളിച്ച് ചോദിക്കുകയും അവർ പറഞ്ഞു കൊടുക്കുകയും മാത്രമല്ല എല്ലാ കുട്ടികൾക്കും വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ട്. അതിൽ കൂടെ തന്നെ അവരുടെ സംശയങ്ങളും തീർക്കുകയും നോട്ട്സൊക്കെ വാട്സപ്പിൽ ചിലപ്പോഴത്തേക്ക് ടീച്ചേഴ്സിനോട് ചോദിക്കും. വരാത്ത കുട്ടികൾക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാത്ത കുട്ടികൾക്ക് നോട്ട്സൊക്കെ വാട്സപ്പ് മുഖേന അയച്ചു കൊടുക്കാറുണ്ട്. പിന്നെ അത് മാത്രമല്ല ഇവിടെ കലോത്സവങ്ങളിലൊക്കെ പങ്കെടുക്കാറുണ്ട്. പങ്കെടുക്കുന്ന മിക്ക കുട്ടികൾക്ക് സമ്മാനങ്ങളൊക്കെ ലഭിക്കാറുണ്ട്. പിന്നെ ഇവിടെ തമിഴ് സംഘമുണ്ട്. തമിഴ് സംഘം പലപ്പോഴും പല കോമ്പറ്റീഷനൊക്കെ നടത്താറുണ്ട്. തിരുക്കുറൾ കോമ്പറ്റീഷനും കഥ, കവിത, എസ്സേ റൈറ്റിംഗ് ഇങ്ങനെയൊക്കെയുള്ള വിവിധ തരത്തിൽ അവർ കോമ്പറ്റീഷൻ നടത്തുകയും പിന്നെ അവരുടെ സപ്പോർട്ടും ഉണ്ട്. അവർക്ക് ലേണിംഗ് മെറ്റീരിയൽസൊക്കെ അവർ തമിഴ് സംഘത്തിൽ പ്രവർത്തിക്കുന്നവർ കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്ക് ആവശ്യമായ ബുക്കുകളും പേനയും ഒക്കെ ലഭിക്കാറുണ്ട്. അങ്ങനെ മറ്റും ഇവിടെ ഈ സ്ഥലത്തുള്ള തമിഴ് ആൾക്കാർ കുട്ടികളെ പല രീതിയിലും സഹായിക്കുന്നുണ്ട്. ചിലർ യൂണിഫോമൊക്കെ എടുത്തു കൊടുക്കാറുണ്ട് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക്. എന്തുകൊണ്ടും നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഈ സ്കൂളിൽ കുട്ടികൾക്ക് ലഭിക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.